Oh my god. Hi guys. ഹലോ ഗായ്സ്, വാട്ട്സ് അപ്പ്? അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് റാസൽ ഗെയിമിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. റാസൽ ഗെയിമിൽ നമ്മൾ ഇവിടുത്തെ കമ്പനിയുടെ ഡെലിവറി ആയിട്ട് പോവുകയാണ്. അപ്പൊ പോണ പോക്കി ഞാൻ അവിടുത്തെ റോഡുകളും അവിടുത്തെ സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ഇന്നത്തെ വ്ളോഗ് അതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരും ടെൻഷൻ ആവേണ്ട, ആരും അറിയിടാണ്ട് സന്തോഷമായിട്ട് ഫുഡും കഴിക്കുക, കിടന്നുറങ്ങുക, പണിയെടുക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, എൻജോയ് ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ ഉമ്മൽക്കോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 2-3 കസ്റ്റമർ ഉണ്ട്. ടൈം ഇപ്പോൾ എത്രയെന്നായപ്പോൾ 8:30 മണിയായിട്ടുണ്ട്. 8:30 ആവാൻ പോണ്. അപ്പോൾ എന്തായാലും അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സമയം വെയിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ടാസ്ക്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇനിയിപ്പം. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇവിടെ കണ്ടോ, ഈ സ്ഥലമൊക്കെ കണ്ടോ, ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നമുക്ക് ഡെലിവറി വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയ സുഹൃത്തുക്കളെ. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഒന്നേ കത്തുന്നുള്ളു. 2 കത്തിയില്ലെങ്കിൽ ഫൈനാണ്. 2 1 കത്തിയാൽ എൻ്റെ ബ്രേക്ക് ലൈറ്റ് 1 കത്തുന്നില്ല. 2 1 കത്തുന്നില്ല. അത് കത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പോലീസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 400 ദിർഹംസ് ഫൈൻ ഇടും. ഇനിയിപ്പോൾ എവിടെ കൊണ്ടുപോയി ചെയ്യില്ല. രാവിലെ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓരോ പണിയാണ് ഡെയിലി. ആരോട് പറയാം. ഇനിയിപ്പോൾ അത് മാറണം സുഹൃത്തുക്കളെ. ആകെ ടാസ്ക്കാണ്. എന്തായാലും ഞാൻ ഈ ഡെലിവറി എടുത്തിട്ട് വരാം. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ റാസൽ ഗെയിമിൽ എത്തിയിട്ടുണ്ട്. ഇതാ നോക്കി, വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ഏകദേശം ഡെലിവറി ഉണ്ട് സുഹൃത്തുക്കളെ. ഞാനും ജാങ്കിറും കൂടിയാണ് വന്ന. ഉള്ളയും കൊണ്ട് നേരെ ഡെലിവറി ചെയ്യുന്ന സാധനം ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ ഒരു കസ്റ്റമറെ ഡെലിവറി ചെയ്ത്. ഇനി ഇത്രയും കസ്റ്റമേഴ്സും ഉണ്ട്. നല്ല നല്ല സ്ഥലമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ഇല്ല. നല്ല സ്ഥലമാണ്. നല്ല ശാന്തമായിട്ടുള്ള ഏരിയ. നല്ല സുഖമാണ്. വലിയ ക്രൗഡൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റത് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ട്രാഫിക്കിലേ പോകും. പക്ഷെ റാസൽ ഗെയിമിൽ അങ്ങനെ ഇല്ല. ട്രാഫിക് ഇല്ല. അതാണ് ഏറ്റവും നല്ല.
സുഹൃത്തുക്കളെ, ഗൈസ് അത് നോക്കിയേ, വലിയൊരു മല ഉണ്ടാ. മല ഭയങ്കര ഒരു മലയാണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു മല ഉണ്ടാ. ഞാനങ്ങനെ സിഗ്നലിൻ്റെ അവിടെ കളിക്കാൻ. ഇനി ഇവിടെ നിന്ന് നേരെ അടുത്ത ഡെലിവറിക്ക് പോകണം. തീർന്നില്ല, ഇനിയുണ്ട് 2-3 ബില്ല്. നമ്മളെ ഡെലിവറി ഏകദേശം കഴിയാറായി. ഇനി ഒരു ഇൻവോയ്സും കൂടെ ഉള്ളു. നമ്മളടുത്ത ഇവിടുന്ന് നേരെ ഇനിയിപ്പം മൽക്കോയിൽ പോകണം. അവിടെ ഫ്രീ സോണിനകത്തൊരു ഡെലിവറി ഉണ്ട്. മൽക്കോയിൽ ചെന്നിട്ട് അവിടെ ഒരു 2 കസ്റ്റമർ ഉണ്ട്. അതും കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ മൊണ്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മളെ 1 മണിക്കൂർ 1/2 മണിക്കൂറോളം ഇവിടെ അവർക്ക് കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് സൈൻ ചെയ്ത് തരില്ല പേപ്പർ. ചില എന്താ പറയുക, അവരെ പറഞ്ഞിട്ട് എന്തിനു പറയാം, അവരെ ബംഗാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞാൽ പോയാൽ മതി എന്നൊരു ഇതാ. നമ്മളെന്ത് ചെയ്ത് നമുക്ക് ഈ കസ്റ്റമർ തീർത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12 മണി 1 മണിയാകുമ്പോൾ അവരാ അടക്കില്ലേ ബാക്കിയുള്ളവർ. എന്തായാലും കാസൽ ഗെയിം നിങ്ങൾ കുറച്ചൊക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടത്താണെങ്കിൽ വണ്ടിയും കംപ്ലൈൻ്റ് ആവും സുഹൃത്തുക്കളെ. ഇതിൻ്റെ ഹോൺ വർക്കാവല്ല, പിന്നെ ബാക്ക് ബ്രേക്ക് ലൈറ്റ് വർക്കാവില്ല. എന്തൊരവസ്ഥ നോക്ക്. എൻ്റെ അതുണ്ടോ മല, അങ്ങ് ദൂരം മല ഉണ്ടോ. മരങ്ങളൊക്കെ ചെടികളൊക്കെ കരിഞ്ഞു പോയി. കണ്ട ചൂടുകൊണ്ട് കരിഞ്ഞു നിന്ന് കത്തും കേട്ടോ. ഫുള്ള് നോക്കി മലകള്, അതും മരങ്ങൾ വരെ കരിഞ്ഞു പോകും കേട്ടോ. എന്തോ റോഡ് പണി നടക്കുന്നുണ്ട് ഇപ്പൊ. അതാ ഫാക്ടറികളൊക്കെ കണ്ടോ, ഫാക്ടറി ഓയിലിന്റെ ഫാക്ടറിയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ഒരു കടയിൽ നിന്ന് ഒരു വെള്ളം വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം. കൊണ്ട് മരം പട്ട് കരിഞ്ഞ് അത് ഇല്ലാണ്ടായി കേട്ടാ. ഗായ്സ് അങ്ങനെ ഞാൻ
നീണ്ട പരിശ്രമത്തിന് ശേഷം ഞാൻ അങ്ങനെ റൂമിലെത്തി സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. എന്തായാലും നമുക്കത് അടുത്ത വീഡിയോ കാണാം. അപ്പം ലെറ്റ്സ് ഗോ.